നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു ഉന്നക്കായ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഴം എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് പഴുത്ത് കറുത്തുപോയ പഴമൊന്നും എടുക്കരുത്. അതാകുമ്പോൾ നമുക്ക് ഉന്നക്കായ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോവുകയും ചെയ്യും. പിന്നെ ഒരുപാട് പഴുക്കാത്ത കറകുത്തുന്ന മധുരമില്ലാത്ത പഴം എടുക്കരുത്. പാകത്തിന് പഴുത്ത നല്ല മധുരമുള്ള പഴം തന്നെ നോക്കിയിട്ട് എടുക്കുക. ഇതൊന്ന് പുഴുങ്ങിയും കൂടെ എടുക്കണേ. നമുക്ക് വേണമെങ്കിൽ സ്റ്റീമറിൽ വേണമെങ്കിൽ പുഴുങ്ങിയെടുക്കുക. അതല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് ഒക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. വെന്ത് ഉടഞ്ഞു പോകുന്ന തരത്തിൽ വേവിക്കണ്ട, നമുക്കത് കുഴച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു പരുവത്തിന് വേവിച്ചെടുക്കുക. ഞാനിവിടെ ഒരു 600 ഗ്രാം പഴം എടുത്തിട്ടുണ്ട്. ഓരോ പഴവും 2 കഷ്ണാക്കിയിട്ടൊന്ന് മുറിച്ചിട്ട് സ്റ്റീമറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. പഴം വേവിക്കുന്ന സമയത്ത് എപ്പോഴും തൊലിയോടുകൂടി തന്നെ വേവിച്ചെടുക്കുക. വെന്തതിന് ശേഷം തൊലി കളഞ്ഞാൽ മതി. തൊലി ഇല്ലാതെ നമ്മൾ വേവിക്കുകയാണെങ്കിൽ പഴം അലിഞ്ഞു പോയിട്ട് നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ്. വേവിച്ച് വെച്ച പഴത്തിൽ നിന്ന് ഇതുപോലെ എന്തെങ്കിലും നാരൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് എടുത്ത് മാറ്റിക്കളയുക. പിന്നെ ചെറിയൊരു ചൂടോടുകൂടി തന്നെ ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഉരുവുണ്ടല്ലോ അതങ്ങ് എടുത്ത് മാറ്റിക്കളയുക. ഒന്നുമില്ല കൈ കൊണ്ട് എടുത്ത് കളയുക, അതല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് പതുക്കെ ഒന്ന് മുറിച്ച് മാറ്റിക്കളഞ്ഞാൽ മതി. എല്ലാ പഴത്തിൽ നിന്നും ഇതുപോലെ അങ്ങ് എടുത്ത് മാറ്റിക്കളയുക. എന്നിട്ട് ചെറിയൊരു ചൂടുള്ളപ്പോൾ തന്നെ നമുക്ക് ഇതൊന്ന് ഉടച്ചും കൂടെ എടുക്കണേ. കുറച്ച് നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും പാത്രത്തിന്റെ അടിഭാഗം വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്തിട്ട് അങ്ങനെ ഉടച്ചെടുക്കാം. അങ്ങനെയും പറ്റുന്നില്ലെങ്കിൽ മിക്സിന്റെ ചെറിയ ജാറിലിട്ടിട്ട് കുറച്ച് കുറച്ചായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയേ. അതും അല്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. കയ്യിലൊട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കുക. ചെറിയൊരു ചൂടുണ്ടെങ്കിൽ മാത്രമായിട്ട് ഇതുപോലെ അധികം തരിയൊന്നും ഇല്ലാതെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. ചൂട് പോയിട്ടാണ് നമ്മൾ കുഴയ്ക്കുന്നതെങ്കിൽ പഴം മുറിഞ്ഞ് കളിക്കുകയുള്ളൂ. അതുകൊണ്ട് ചെറിയൊരു ചൂടുള്ളപ്പോൾ തന്നെ കുഴച്ചെടുക്കുക. അതുകൊണ്ടാണ് പഴം നമ്മൾ ആദ്യം തന്നെ കുഴച്ച് മാറ്റി വെക്കുന്നത്. ഇനി ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ കുഴച്ച് വെച്ചിരിക്കുന്ന പഴം കൊണ്ടൊരു 8 ഉന്നക്കായ വരെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫില്ലിംഗ് ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. ഒരു 10 എടുത്തിട്ട് ഒന്നങ്ങ് മുറിച്ചിട്ടിട്ട് കൊടുത്താൽ മതി. ഒരെണ്ണം ഒരു 4 കഷ്ണാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ വെറുതെ ഒന്ന് പൊളിച്ചിട്ട് കൊടുത്താലും മതിയേ. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് തേങ്ങയൊക്കെ മതിയാകുമേ. തേങ്ങ ഒരുപാട് കനത്തിൽ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ചിരകിയിട്ടുണ്ട്. ഇതുപോലെ നൈസാക്കിയിട്ട് അങ്ങ് ചിരകിയിട്ടാൽ മതി. ഇതുപോലെ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ചിരകിയെടുത്തിരിക്കുന്ന തേങ്ങ മിക്സിന്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒറ്റ തവണ മാത്രം ഒന്ന് പൾസ് ചെയ്തിട്ടിട്ടാൽ മതി. അപ്പോൾ ഇതുപോലെ ചെറിയ തരിയായിട്ട് നമുക്ക് കിട്ടിക്കോളും. ഇനി തേങ്ങയിലെ വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ. ഒരുപാട് നേരം ഇട്ടിട്ട് വഴറ്റി നല്ല മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയാകുമ്പോൾ ഉന്നക്കായ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. തേങ്ങ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിടക്കണം. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി അതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പഞ്ചസാരയും കൂടെ ചേർക്കാം. ഇത്രയും തേങ്ങയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ചും പഞ്ചസാര മതിയാകും. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം കേട്ടോ. എന്നാലും 2 ടേബിൾ സ്പൂൺ മതിയാകും. നോക്കിയിട്ട് ചേർത്താൽ മതി. പഞ്ചസാരയും കൂടെ ഒന്ന് അലിഞ്ഞു വന്നോട്ടെ. ഫ്ലെയിമിൽ ഓയിൽ തന്നെ വെക്കണം കേട്ടോ. ഒരുപാട് തീ കൂട്ടി വെക്കണ്ട. അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. മധുരം എടുത്ത് നിന്നോളും. ഇനി തേങ്ങ അഥവാ മൊരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം വറ്റുന്നവരെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോഴും തേങ്ങ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളുവേ. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 4 ഏലക്കായ എടുത്തിട്ട് പൊടിച്ചിട്ട് ചേർത്തതാണ്. ഇതൊരു 1/4 ടീസ്പൂൺ ഉണ്ട്. ഏലക്കയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഉന്നക്കായ്ക്കുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ കേട്ടോ. തണുക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിൽ തന്നെ വെക്കാം. അതല്ലെങ്കിൽ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. പഴം കുഴച്ചതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കാം. കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് എടുക്കും പോലെ ഒരു ചെറിയ ഉരുള എടുക്കാം. ഒരു നാരങ്ങ വലിപ്പത്തിൽ എടുക്കാം. ഇത് കയ്യിലും വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ മാവ് ഒന്നും കൂടി ഒന്ന് നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും. ഇനി കയ്യിലേക്ക് കുറച്ച് നെയ്യൊന്നാക്കിയിട്ട് നമുക്കിതൊന്ന് കയ്യിൽ വെച്ചിട്ട് തന്നെ അങ്ങ് പരത്തിയെടുക്കാം. ഈ ഒരു വലിപ്പത്തിൽ പൊട്ടിപ്പോകാതെ ഇതുപോലെ അങ്ങ് പരത്തിയെടുത്തിട്ടുണ്ട്. 2 കൈ വെച്ചിട്ട് അങ്ങ് അമർത്തി അമർത്തി അങ്ങ് പരത്തിയെടുത്താൽ മതി. ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണൊക്കെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് പതുക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ 2 ഭാഗവും ചേർത്ത് പിടിച്ചിട്ടൊന്ന് ഫില്ലിംഗ് പുറത്തു പോകാതെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. കൈ കൊണ്ട് തന്നെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ വലത്തെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ അങ്ങ് പതുക്കെ അങ്ങ് ഷേപ്പാക്കി എടുത്താൽ മതി.
അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് തന്നെ നമുക്ക് കിട്ടിക്കോളും. ഒറ്റ കയ്യിൽ വെച്ചിട്ട് തന്നെ ഷേപ്പ് ആക്കി എടുക്കണേ. രണ്ട് കൈ കൊണ്ട് വെച്ചിട്ട് നമ്മൾ ഷേപ്പ് ആക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പഴം പൊട്ടിപ്പോകും. അതുകൊണ്ട് ഒരു കൈ കൊണ്ട് തന്നെ ഷേപ്പ് ആക്കി എടുക്കുക. ഈ ഒരു ഷേപ്പിൽ തന്നെ വേണമെന്നില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുക. എന്നാലും നോർമലി നമ്മൾ ഈ ഒരു ഷേപ്പിലല്ലേ ഉണ്ടാക്കുക, അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ളതെല്ലാം ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. മൊത്തം ഒരു 8 ഉന്നക്കായ കിട്ടിയിട്ടുണ്ട്. ഇത്ര ഉന്നക്കായ്ക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ഫില്ലിങ് കറക്റ്റാണ്. 1 കപ്പ് തേങ്ങ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, 1/4 കപ്പ് തന്നെ മതിയാകും. പിന്നെ ഇതിലേക്ക് മുട്ടയൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ തേങ്ങ ചേർത്തതിന് ശേഷം മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഉന്നക്കായാണ്. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് എണ്ണേൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ഫ്രൈ ആക്കി എടുക്കണ്ട. കുറച്ച് കുറച്ചായിട്ട് അങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. എണ്ണ ഒരു മീഡിയം ചൂടായാൽ മതി. ഒരുപാട് ചൂടായിട്ടുണ്ടെങ്കിൽ പഴം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. പഴം മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിയും. അപ്പോൾ മീഡിയം ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഉന്നക്കായ ഇട്ട് കൊടുക്കുക. ഞാനൊരു 2 എണ്ണം വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഫ്ലെയിം മീഡിയത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. 1-2 മിനിറ്റ് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുറം ഭാഗം ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു കളറാവുന്ന വരെ അങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. ഈ ഒരു കളറാവുന്ന വരെ ആയിട്ടോ ഞാൻ വറക്കുന്നുള്ളൂ. ഇതിൽ കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കളറാകുമ്പോൾ തന്നെ കോരിയെടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 8 എണ്ണം ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഉണ്ടാക്കാൻ അറിയാത്തവർ ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ എഴുതണം. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണുന്നില്ലേ, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.